പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിന്റെ 6-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കിന്ന് ജപമാലയിലെ ദിവ്യരഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കാം. ആദ്യമായിട്ട് സന്തോഷത്തിന്റെ 1-ാം രഹസ്യം, അതായത് പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുത്തപ്പെട്ടുകൊണ്ട് മംഗളവാർത്ത അറിയിക്കുന്ന ആ ഒരു രഹസ്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നത് സന്തോഷത്തിന്റെ രഹസ്യം എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അമ്മയുടെ ജീവിതത്തിൽ ഈ വലിയൊരു ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ അതൊരു സന്തോഷത്തിന്റെ ഒരു അനുഭവമാണോ സമ്മാനിച്ചത് എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ്. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ഞാൻ ദൈവഹിതത്തിന് ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലൂക്കായുടെ സുവിശേഷത്തില് 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ഗബ്രിയേൽ ദൂതൻ ഇപ്രകാരം എന്ന് പറയുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനത്തിന്റെ അർത്ഥം പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ദൈവദൂതൻ പറയുന്നുണ്ട്, നീ ഒരു പുത്രനെ ഗർഭം ധരിക്കും, നീ ഈശോയെ ഗർഭം ധരിക്കും, നീ അവന് ഈശോ എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും. വലിയ കാര്യങ്ങളാണ് മാലാഖയിലൂടെ ദൈവം പരിശുദ്ധ അമ്മയെ അറിയിച്ചത്. നമ്മൾ നോക്കുക, പരിശുദ്ധ അമ്മ ഒന്നും ചോദ്യം ചെയ്യാൻ പോയില്ല. സമ്പൂർണമായ ഒരു സമർപ്പണം. എളിമയോടുകൂടെ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതേ പ്രിയമുള്ളവരെ, ഈ അമ്മയുടെ ഒരു സമ്മതമാണ് ഈ ലോകത്തെ, സ്വർഗത്തെ ഭൂമിയുമായിട്ട് ബന്ധിപ്പിച്ചത്. അതിലൂടെയാണ് ദൈവപുത്രനായ മിശിഹ ലോകത്തിലേക്ക് വരാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ആ ഒരു സമർപ്പണത്തിലൂടെയാണ് ഈ വലിയ ഒരു രക്ഷാകര സംഭവം നടക്കാനായിട്ട് ഇടവന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവ്യരഹസ്യങ്ങളെ കുറിച്ചൊക്കെ ധ്യാനിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവം ഓരോ നിമിഷവും നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ സ്വരം കേൾക്കാനുള്ള ഒരു തുറവി നമുക്കുണ്ടോ എന്ന് പരിശുദ്ധ അമ്മയെ പോലെ നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഈ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെയും എന്റെയും ഒക്കെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഒരു സമ്പൂർണമായ സമർപ്പണം, ദൈവഹിതത്തിന് ഒരു അടിയറവ് വയ്ക്കൽ, അതിലൂടെ ഞാനും ദൈവത്തിന്റെ കയ്യിലെ രക്ഷയുടെ ഉപകരണമായിട്ട് മാറണം. അപ്പോഴാണ് നമ്മൾ ഈ ആവർത്തിച്ചു വരുന്ന ദൈവകൃപ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായിട്ട് തീരുന്നത്. പ്രിയമുള്ളവരെ, ഈ ദിവസം നമുക്ക് ആഴമായിട്ട് ചിന്തിക്കാം. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു വലിയ നിയോഗം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഒക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാനൊരു വൈദികനായിരിക്കുന്നത്, നീ ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു സന്യാസിയോ സന്യാസിനിയോ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം നയിക്കുന്നയാളോ അല്ലെങ്കിൽ ഒരു ഏകസ്ഥയോ ഒക്കെ ആയിരിക്കുന്നത്, പ്രിയമുള്ളവരെ, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഓരോ നിമിഷവും ദൈവം തന്റെ ദൂതനെ അയച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തോട് മന്ത്രിക്കുന്നുണ്ട്, എനിക്ക് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം, നിന്നോട് എനിക്ക് ലോകത്തിന്റെ രക്ഷയ്ക്കുള്ള ഒരു ഉപകരണമായിട്ട് മാറണം. അതിനായിട്ട് നീ നിന്നെ തന്നെ എനിക്ക് തരാൻ തയ്യാറാണ്. അതിനായിട്ട് നിന്റെ ജീവിതത്തിലൂടെ കുറെ സഹനങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടി വരും. നമുക്കറിയാം, പരിശുദ്ധ അമ്മ യഹൂദ പശ്ചാത്തലമനുസരിച്ച് ഒരു സ്ത്രീ, ഒരു യുവതി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ പുരുഷനുമായിട്ട് സഹവസിക്കുന്നതിന് മുൻപ് ഗർഭിണിയായിട്ട് കാണപ്പെട്ട് കഴിഞ്ഞാൽ ആ സമൂഹം അവൾക്ക് കൊടുക്കുന്നത് വധശിക്ഷയാണ്, കല്ലെറിഞ്ഞു കൊല്ലപ്പെടണം. ഇതൊക്കെ അമ്മയുടെ മനസ്സിലുണ്ട്. എങ്കിലും അമ്മയ്ക്കറിയാം, ദൈവത്തിന്റെ വാക്കുകൾ വെറും വാക്കല്ല, ദൈവത്തിന്റെ വചനം അത് ഫലം ചൂടാതെ പോകില്ല. ലോകരക്ഷകനായ മിശിഹ, അവൻ ഈ ലോകത്തിൽ ജനിക്കേണ്ടതിന് ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവം വലിയവനാണ്. നമ്മൾ പിന്നീട് കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ ആ മാഗ്നിഫിക്കാത്തില് ആ അമ്മ പറയുന്നുണ്ട്, ശക്തനായവരെ ദൈവം എന്തെന്നാണ് പീഠത്തിൽ നിന്ന് മറച്ചിടുകയാണ്, എളിയവരെ ഉയർത്തുന്ന ദൈവത്തെ പരിശുദ്ധ അമ്മ പ്രകീർത്തിക്കുന്നുണ്ട് മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ. പ്രിയമുള്ളവരെ, ഈ അമ്മയുടെ മനോഭാവം നമുക്ക് ഉൾക്കൊള്ളാം. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ കണ്ടു, നമ്മൾ അമ്മയുടെ വിദ്യാലയത്തിലാണ് ഇരിക്കുന്നത്. അവൾ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ, ദൈവികമായ രഹസ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനും നീയും ഒക്കെ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഓരോരോ അനുഭവങ്ങളുടെ അപ്പുറത്ത് ദൈവം നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന അവിടുത്തെ ആ വലിയ നിയോഗം, അതിലൂടെ നമുക്ക് കൈവരുന്ന രക്ഷ നമ്മൾക്ക് മാത്രമല്ല, നമ്മളായിരിക്കുന്ന കുടുംബ ജീവിതത്തിൽ, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുന്നു. കർത്താവിന്റെ കയ്യിലെ രക്ഷയുടെ ഉപകരണമായിട്ട് നമ്മൾ മാറുന്നു. അതിന് ഈ അമ്മ ചെയ്തതുപോലെ ഈ സന്തോഷത്തിന്റെ 1-ാം രഹസ്യത്തില് ആ മറിയത്തിന് ലഭിച്ച സ്വർഗീയമായ അഭിവാദനം
മംഗളവാർത്തയിൽ അവൾ കൊടുത്തതുപോലെ നമുക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഉത്തരം, ഞാൻ തയ്യാറാണ് ദൈവമേ, നീ എന്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്റെ രക്ഷയ്ക്കുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമ്മൾ വായിക്കുന്ന റോമാലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനത്തില് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു, അവിടുന്ന് എല്ലാം രക്ഷയ്ക്കായിട്ട് മാറ്റുന്നു. എന്റെ രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് എന്റെ സഹകരണം ആവശ്യമാണ്. ദൈവത്തിന്റെ വാക്കുകൾക്ക് എന്റെ ഹൃദയം, എന്റെ ചെവി ഞാൻ ചായച്ച് കേൾക്കാനുള്ള ഒരു മനസ്സിന് എനിക്കുണ്ടാകണം. ഈ ദിവ്യരഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്ന ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ നമുക്ക് ചിന്തിക്കാം, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ കടന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ പരിശുദ്ധ അമ്മ അത് സന്തോഷത്തിന്റെ അനുഭവങ്ങളാക്കി മാറ്റി നമുക്ക് രക്ഷ തരാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഇതുപോലെ സന്ദേഹങ്ങളുടെ, സംശയങ്ങളുടെ നിഴലിലൂടെ നമ്മൾ കടക്കുമ്പോൾ ഇതിനപ്പുറത്ത് ദൈവം എനിക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷയുണ്ട്. എന്നെ ദൈവം അവിടുത്തെ കരങ്ങളിലെ അനുഗ്രഹത്തിന്റെ ഉപകരണമാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ് എന്ന് നമുക്ക് ആഴമായി ദൈവത്തിൽ വിശ്വസിക്കാം. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.